നിങ്ങളെ ചോദ്യം ഇതാണ്, 15.625 ക്യൂബ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബേസ് ലെവൽ ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. എന്നാലും നമുക്കൊന്ന് ചെയ്യാം. റിസന്റ് ചോദ്യമാണ്. ആദ്യം പോയിന്റ് ഒന്നുമില്ല എന്ന് എൻ്റെ കുട്ടികൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനിങ്ങനെ മാറ്റി എഴുതാം. 15.625 15,625 എന്ന് എടുത്തിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് കാണാം. ഫാക്ടറൈസേഷനിലൂടെ ക്യൂബ് റൂട്ട് കാണാം. എന്നാലും അതിൽ നല്ലത് ആദ്യത്തെ സ്റ്റെപ്പ്, വലതുവശത്ത് നിന്ന് 3 സ്ഥാനം മാറ്റി ഇവന്മാരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. വലതുവശത്തു നിന്ന് 3 സ്ഥാനം മാറ്റി ഇവരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി എൻ്റെ കുട്ടികൾ നോക്കുക, ഒറ്റയുടെ സ്ഥാനത്ത് വന്ന സംഖ്യ ഏതാ? 5 ആണ്. 5 ഒറ്റയുടെ സ്ഥാനത്ത് വന്നെങ്കിൽ ഉറപ്പിച്ചോളൂ, നമുക്ക് കിട്ടാൻ പോകുന്ന ക്യൂബ് റൂട്ടിന്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസറിന്റെ ഒറ്റയുടെ സ്ഥാനത്തും ഉറപ്പായിട്ടും 5 വരത്തുള്ളൂ. ചോദ്യത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണെങ്കിൽ നമ്മുടെ ആൻസറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 5, ഒരു മാറ്റവും ഇല്ല. ഓക്കെ ആണോ? ഇത്രയും. ഇനി എൻ്റെ കുട്ടികൾ നോക്കേണ്ടത് ഈ ഒരു ഏരിയയിലോട്ട് ശ്രദ്ധ കൊടുക്കുക. ഇവിടെ വന്ന സംഖ്യ 15 ആണ്. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 15നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന എന്നാൽ 15 താഴെ വരുന്ന ഏത് സംഖ്യയുടെ ക്യൂബാന്ന് നോക്കുക. 15നോട് ഏറ്റവും അടുത്ത് 15 താഴെ വരുന്ന ഏത് സംഖ്യയുടെ, ഇല്ലെങ്കിൽ 15 ഈക്വല, 15 ഓവർകം ചെയ്ത് മേളിൽ പോകരുത്. ഏത് സംഖ്യയുടെ ക്യൂബാ? 15നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന 2ന്റെ ക്യൂബ് അല്ലേ? 2ന്റെ ക്യൂബ് 8 3 ആകുമ്പോൾ 27 ആയിപ്പോവും. ഓക്കെ ആണോ? അപ്പൊ 2ഉം കിട്ടി 5ഉം കിട്ടി. അപ്പം നമുക്ക് 15,625 ക്യൂബ് റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ 25 ആണ്. ക്ലിയർ ആണോ? ചോദ്യം എന്താ? 15.625 എന്നാ. ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം? 3 സ്ഥാനം. അതിന്റെ 3-1 ആൻസറിൽ വരത്തുള്ളൂ, ക്യൂബ് റൂട്ടിൽ വരത്തുള്ളൂ. ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം കിടക്കുന്നെങ്കിൽ ഉറപ്പാണ് ആൻസറിൽ 1 സ്ഥാനമേ പോയിന്റ് കഴിഞ്ഞുള്ളൂ. അപ്പൊ ഈ കിട്ടിയ ആൻസറിനെ 1 സ്ഥാനം മാറ്റി അങ്ങ് കുത്തിട്ടാ പോരെ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എത്ര എന്ന് ചോദിച്ചാൽ 2.5 ആണ് ഇതിന്റെ ക്യൂബ് റൂട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? പ്രശ്നം തീർന്നില്ല. ചോയ്സിന്റെ അകത്ത് 2.5 ഇല്ല. പക്ഷെ ചോയ്സിന്റെ അകത്ത് ആരുണ്ട്? 5/2 ഉണ്ട്. 5ന്റെ പകുതി 5/2 എന്ന് വെച്ചാൽ എത്രയാ? 2.5 തന്നെയാ. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാം, നമ്മുടെ ആൻസർ ഡി ആണ്. ഓക്കെ ആണോ? സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ചോദ്യമായിരുന്നു റീസെന്റ് നടന്ന എക്സാമിന്റെ. എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നമ്മളൊരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും. പഠിക്കാൻ നന്നായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.